അതാ ഞാൻ ഇന്നൊരു പ്രതീക്ഷിക്കാതെ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ അസുട്ടി ഇതാ സ്കൂൾ ബസ് വെയിറ്റ് ചെയ്തിരിക്കുക. പഠിച്ചോനെ ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ലതൊരു ഈനാപ്പോൾ വിളിച്ചിനെ ഒരു കരച്ചാക്കുണ്ട്. ഇങ്ങോട്ട് നോക്കി ഓള് ഈനാപ്പ രാവിലെ 6 മണിക്ക് വിളിച്ചിട്ടുണ്ട്. ഓള് രാവിലെ വിളിച്ചത്. അപ്പൊ ദാ ഇന്നിപ്പോ റൈക്കാക്കും എനിക്ക് പെരുന്നാൾ തന്നെ ഇക്കാരും. അസുട്ടിയെ അപ്പോൾ ഇതാ ഞാൻ ഇന്നൊരു പ്രതീക്ഷിക്കാതെ ഒരു സ്ഥലത്തേക്ക് പോവാണ്. ഇക്കാക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു സംഭവം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ പോവാണ്. എൻ്റെ ഫ്രണ്ട് രാവിലെ ഒരു 6:30ക്ക് വിളിക്കുന്നുണ്ട്, നീ പെട്ടെന്ന് വാ, ഒരു സംഭവം എന്നുണ്ട് പറഞ്ഞിട്ട്. എന്താണെന്നൊന്നും അറിയില്ല, നമുക്കൊന്ന് പോയി നോക്കാം. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമെന്നും പറഞ്ഞ്, ഇക്കാക്ക് മാത്രമല്ല എനിക്കും ഇഷ്ടമുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സർപ്രൈസായിട്ട് ഞാൻ പോവാണ്, എന്താണെന്ന് നോക്കണം. കാരണം എനിക്കിഷ്ടമുള്ളതാണ്, എൻ്റെ ഇക്കാക്കും ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും പോയി നോക്കട്ടെ. അപ്പോൾ അസുവിനെ സ്കൂളിലെ ബസ് വരും, അവിടെ ആക്കിയിട്ട് നേരെ പോകണമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ ഇതാ ഒരുങ്ങിയിട്ടുണ്ട് അല്ലേ അസുവ. അപ്പോൾ അസുട്ടി ഇതാ ബാഗൊക്കെ ഇവിടെ വെച്ച് ഞങ്ങളിതാ നമ്മളെങ്ങോട്ടാ പോണേ? ഇങ്ങോട്ട് നോക്ക്. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ് പറ. അപ്പോൾ ഓന് ഓൻ്റെ മർക്കസിൽ പോവാണല്ലേ. ഈ എത്രയല്ല പഠിക്കുന്നത് പറഞ്ഞു കൊടുക്കുക. LKG ബേസ് 1 അല്ലേ, മർക്കസിലല്ലേ പച്ചന്. അപ്പോൾ മോന് മർക്കസിലെ കുട്ടിയാണ് കേട്ടോ, ബേസ് 1 ജിയിലെ കുട്ടിയാണ്. അപ്പോൾ അതാ ഞാൻ പോവാൻ വേണ്ടിയിട്ട് നിൽക്കണം. അവനെ സ്കൂൾ ബസ്സാലാക്കി കൊടുത്തിട്ട് വേണം പോവാൻ. അപ്പോൾ രാവിലെ തന്നെ പ്രതീക്ഷിക്കാതൊരു പോക്കാണ് അല്ല ഞാൻ. അപ്പോൾ അസുട്ടി ഇതാ സ്കൂൾ ബസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവൻ്റെ സ്കൂൾ ബസ് 8:30ക്ക് വരും അല്ലേ അസുവ? 8:45 വരും. അപ്പോൾ അതാ ഇവിടെ എങ്ങനെ എൻ്റെ ഫ്രണ്ട് 8:15 വിളിക്കുന്നോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാ ബസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് നമ്മൾ അല്ലേ. ഈ ഒറ്റയ്ക്ക് ഇരിക്കേ എന്താണ് കള്ള വീണോ പഠിച്ചോനെ ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ലതൊരു സർപ്രൈസാണ്. എന്താ എൻ്റെ മസ്നുത എനിക്കിതാ എൻ്റെ ഫേവറേറ്റ് സാധനം ഇങ്ങോട്ട് തന്നെ വിളിച്ചതാട്ടോ. ഞാൻ വന്ന് നോക്കിയപ്പോൾ കുറച്ചൊന്നുമില്ലൊരു ചാക്കിൻ്റെ പാതി ഉണ്ടോ, ഇത് വെച്ച് പൂജ ചെയ്യല്ലോ. ഈനപ്പോൾ വിളിച്ചിനെ ഒരു കരച്ചാക്കുണ്ട്. ഞണ്ട് ഞങ്ങള് ഫേവറേറ്റ് സാധനം. ഇവിടെ നോക്കിയമ്മ ഞണ്ട്. ഇങ്ങോട്ട് നോക്കി ഓള് ഈനാപ്പ രാവിലെ 6 മണിക്ക് വിളിച്ചിട്ടുണ്ട്. ഈന ഓള് രാവിലെ വിളിച്ചത്. അപ്പൊ ദാ ഇന്നിപ്പോ റൈക്കാക്കും എനിക്കും പെരുന്നാൾ തന്നെ ഇക്കാരും. കുറച്ച് ഫ്രൈ ചെയ്യാ, എന്തൊക്കെയാ ചെയ്യാ. അപ്പോൾ ദാ നല്ല ഐസ് ഇടാത്ത ഞണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ തന്നെ 6 മണിക്ക് ആൾ വിളിക്കുന്നുണ്ട്, എനിക്കൊരു സാധനമുണ്ട്, പക്ഷെ ഞണ്ടാന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈ വേഗം വാ ഒരു ഇതാന്ന് പറഞ്ഞു. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ അരച്ചാക്ക് ഞണ്ടിൻ്റെ നുണ തീരാൻ വേണ്ടിയുള്ള ഞണ്ട് കൊടുത്തയച്ചിന് കണ്ടില്ലേ. ഐസ് ഇടാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള ഞണ്ടാണ്. ഞണ്ട് ഇല്ലമ്മ ഞണ്ട്. അപ്പൊ ഞണ്ട് ഒരു മാർക്കറ്റ് അല്ലേ. അപ്പൊ ഞാൻ പഠിച്ചു ഞണ്ട്. അപ്പൊ എൻ്റെ ആഗ്രഹമായിരുന്നു ഞണ്ട് കഴിക്കാൻ, കുറേ ദിവസമായുള്ള ഒരു ആഗ്രഹം. അപ്പോൾ ഇതാ ഞണ്ട് കിട്ടിയേക്ക്. അപ്പോൾ ഇനി ഇത് ഫ്രൈ ചെയ്ത് കറി വെക്കണം, കുറേ പരിപാടി ഉണ്ടല്ലോ അമ്മ. ആയില്ലമ്മ. അപ്പോൾ ഇതാ നമ്മളെ ക്രാബ്, നമ്മളെ ഞണ്ട് ഇതാ ഞാനിതാ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഞണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഉമ്മാക്ക് കഴിയില്ല കേട്ടോ, ഉമ്മ ചെയ്ത് തരൂല, കാരണം ഉമ്മാക്ക് തീരെ കഴിയും. അപ്പം ഞണ്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തത്, കാരണം ഉമ്മാക്ക് ചെയ്യാൻ കഴിയാത്തൊരു പണിയാണ് ഞണ്ട് ക്ലീൻ ചെയ്യുക. സംഭവം ഭയങ്കര സിമ്പിളാട്ടോ. നമ്മൾ പറയും ഇത് ഭയങ്കര പ്രയാസം, ആ ഒരു തോടുകൾ കളയാൻ ഒരു പണിയില്ല. അപ്പം ഞാനിതിന് ചെറിയ കുഞ്ഞു കാലൊന്നും കൈകളൊന്നും എടുത്തിട്ടില്ല, കുറച്ച് വലിയ സൈസ് വരുന്ന മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ കാരണം എടുക്കാനുള്ള കാരണം തന്നെ കുറേ ഉള്ളതുകൊണ്ട് ഇതെല്ലാം കൂടി കേടായി പോകണ്ടെന്ന് വെച്ചിട്ട് ചെറിയ കൈയും കാലൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്, വലിയ ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാനിതാ ഒരു റോസ്റ്റ് പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കുറച്ച് ഫ്രൈയും ചെയ്യണം.
അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇത് ഗ്രേവിക്ക് വേണമെന്നുള്ളതിനനുസരിച്ച് ഉള്ളിയും കറിയും ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ ഒരു 4-5 ഉള്ളിയാണ് ഇട്ടിട്ടുള്ളത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടാൻ വേണ്ടി ടൈം കൊടുക്കുക. ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ കൂടി ഇട്ടിട്ട് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, ഉള്ളി, കരിവേപ്പും ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടിയിട്ട് പൊടികളാണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അത്രേ പണിയുള്ളൂ. നമ്മൾ മീൻകറിയും കാര്യങ്ങളൊക്കെ വെക്കുന്നത് ഈ കൂട്ടന്നെയാണ്. അപ്പം ഞാനിങ്ങനെയാണ് ഇത് ഉണ്ടാക്കൽ. അപ്പോൾ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ മസാലകൾ ഇട്ടിട്ടില്ല, ഞാൻ ഇടാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഒരു വെള്ളാടുണ്ട് ഇതിലേക്ക് അടിച്ചേക്കേണ്ടി. ഉമ്മാക്ക് ദോശയൊക്കെ ചൂടായോ? അടച്ചോനെ ഇതൊക്കെ പഠിച്ചു ഞാൻ. ഇങ്ങനത്തെ ദോശയൊക്കെ ഞാൻ ഇനി ആദ്യം ചുട്ടുകൊടുക്കല്. ഇപ്പൊ ഉമ്മ പഠിച്ചിട്ടോ ഗൈസ്. അപ്പൊ ഉമ്മ സ്വയം പഠിച്ചു. പാർന്ന് എന്നെ അതിശയപ്പെടുത്തി. ചുറ്റാനൊന്നും അറിയില്ല. അപ്പൊ ചുറ്റിക്കൊടുക്കലൊക്കെ ഞാനായിരുന്നു. ഇപ്പൊ ഉമ്മ ആ ഒരു ഡ്യൂട്ടി ഉമ്മൻ്റെ അടുത്തു. അപ്പോൾ നല്ല പഞ്ഞി പോലത്തെ ദോശ അമ്മ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പം അപ്പോൾ നമ്മളിതാ നല്ല അടിപൊളിയായിട്ട് ഞണ്ട് കറി വെച്ചിട്ടുണ്ട്. പല ആളുകളും പല രീതിയിലായിരിക്കും കറി വെക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് കറി വെക്കുന്നുണ്ട്, ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ഇത് ക്ലീൻ ചെയ്തെടുക്കാനും വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ഞണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് നിൽക്കുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ. നിത്യം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നത്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇവിടെ പുട്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നല്ല കടലക്കറി ഉണ്ട്, വെള്ള കടലക്കറി കേട്ടോ. അപ്പോൾ കടലക്കറി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി വറവിടണം. അപ്പോൾ പുട്ട് അവിടെ വെന്തോട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് മോർണിംഗ് പുട്ടും അതുപോലെ തന്നെ കടലക്കറി, ഞണ്ട് ഫ്രൈ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കാര്യമായിട്ട് വലിയ മസാല ഒന്നും ഇട്ടിട്ടില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നിങ്ങളെ വീട്ടിൽ കൊണ്ടുവരുന്ന ടൈമിൽ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഒരു പ്രാവശ്യം വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന അടിപൊളിയായിട്ടാണ്. പക്ഷെ ചില ആളുകൾക്ക് ഞണ്ട് കാണുന്നതും അത് കഴിക്കുന്നതൊക്കെ ദേഷ്യമൊക്കെ ആയിരിക്കും അല്ലേ. പക്ഷെ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും കഴിച്ചാൽ വീണ്ടും കഴിക്കും, ഷുവറാണ്. കാരണം അത്രയും ടേസ്റ്റുള്ളൊരു സംഭവമാണ് ഞണ്ട്. കാരണം ഞണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇക്കാക്കും എനിക്കൊക്കെ നല്ല ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഞാനിവിടെ കുറേ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, കുറച്ച് കറിയും വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എൻ്റെ ഫ്രണ്ട് രാവിലെ തന്നെ കോൾ ചെയ്തിട്ട് കുറേ എനിക്ക് തന്നതല്ലേ. അപ്പോൾ അത് കേടുവരുത്തി കളയിലെ കാര്യമില്ലല്ലോ. അപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ടൈമിൽ ഇങ്ങനെ ഇരുന്ന് കഴിക്കാമല്ലോ. അപ്പോൾ ഫ്രൈയും ചെയ്ത് കുറച്ച് കറിയും വെച്ചു. എന്തായാലും ഇന്നത്തെ 2 ദിവസം നമുക്ക് പെരുന്നാൾ തന്നെ ആയിരുന്നു. ഞണ്ട് കൊണ്ടുള്ള പല വിഭവങ്ങളായിരുന്നു. ഇതങ്ങൾക്കൊരു സ്പെഷ്യൽ സംഭവം. ഒന്ന് കഴിച്ചു നോക്കി, ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് പറഞ്ഞാണ്. ആദ്യമായിട്ടാ? അതിൻ്റെ ടേസ്റ്റ് നിങ്ങളൊന്ന് പറയും. കഴിച്ചിട്ട് അഭിപ്രായം അങ്ങനെ പഠിക്കലിക്ക. അതിനൊന്നും ക്ലാസ്സിന് പോലല്ലോ. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് അല്ലേ? പക്ഷെ ആ കറിനായിട്ടും ടേസ്റ്റ് ഇങ്ങനെ കഴിക്കാനല്ലേ, ആ ഒരു ടേസ്റ്റ് നല്ല ഇതിലാ കയറുന്നല്ലേ.
പക്ഷെ ഇത് വേസ്റ്റ് ഒന്നും എല്ലാം പോവാനില്ല, ഈ തൊലി മാത്രമേ ഉള്ളൂ, ബാക്കി ഫുള്ള് കഴിക്കാം ഫ്രൈ ചെയ്തോണ്ടേ. പക്ഷെ മറ്റത് നമുക്ക് ഇതാക്കാൻ കഴിയില്ല. പിന്നെ ഇതാ കടലക്കറി ഉമ്മാൻ്റെതാ സ്പെഷ്യൽ കടലക്കറി ഉണ്ട്, പുട്ടുണ്ട്, പഴമുണ്ട്, ഞണ്ട് ഫ്രൈ ഉണ്ട്, ചായ ഉണ്ട് അല്ലേ, ചുടുവെള്ളം ഉണ്ട്. ആഹാ ഉമ്മ, അപ്പൊ നിങ്ങളല്ല ഞണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല, നല്ല തട്ടിട്ടുണ്ടല്ലോ. പൊരിച്ചപ്പോ നിങ്ങള് വിചാരിച്ച നിങ്ങള് ആദ്യമായിട്ടല്ലേ പൊരിച്ച പൊരിച്ചത് അല്ലേ? നല്ല ടേസ്റ്റ് ഇല്ലേ? അല്ല നല്ല ടേസ്റ്റ് ഇല്ലേ? ആ ഒരു ചോയൊക്കെ നല്ല അറിയുന്നുണ്ട്. തോട് അത്ര ഉറപ്പില്ല, ക്ഷമ വേണം. നമ്മൾ ചോറിന്റെ കൂടെ നല്ല വെറുതെ ഇങ്ങനെ അത് മാത്രം കഴിക്കാൻ, പക്ഷെ ചോറിന്റെ കൂടെ കഴിക്കാതെ നല്ല സാധനമാണ്. പക്ഷെ അധികൾക്ക് ഇഷ്ടമല്ല നമുക്ക് എന്നാല്. പക്ഷെ അത് വെറുതെ ഇത് ക്ലീൻ ചെയ്താൽ പെട്ടെന്ന് കഴിയും. ആ രണ്ടും ഒടിച്ചൊരു ഒരു ഡോറ് പോലെ ഒരു സംഭവം ഉണ്ട്, അവിടെ തുറന്നാൽ മതി. പിന്നെ അതിൻ്റെ ഉള്ളൊന്ന് ക്ലീൻ ചെയ്ത് ഭയങ്കര ടേസ്റ്റാ, നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. അപ്പൊ അത് ഇമ്മയും ഫ്രൈ ചെയ്തതാ. അല്ല ഇമ്മ പറഞ്ഞ ഇത് ഇങ്ങനെ പൊരിച്ചാൽ കഴിക്കാന്ന്. അപ്പൊ ഇത് അമ്മതാ പ്ലേറ്റിലിട്ട് ഇങ്ങനെ തട്ടുണ്ട് ഇവിടെ. അല്ല നിങ്ങൾക്ക് കറിയണ്ട? അടിപൊളിയാണ്. ആദ്യങ്ങൾ അറിഞ്ഞില്ലേ ടേസ്റ്റ് ഉണ്ടാവില്ല? കറി എന്താ കൂട്ടാത്ത നിങ്ങള്? അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അരീക്കോട് പോയിട്ടുണ്ടായിരുന്നു കൊറിയർ ഓഫീസിലേക്ക്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഹസ്മോന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവന് യൂസ് ചെയ്യുന്ന ചെരുപ്പ് കേടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെരുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് സൈസ് ഓക്കെ ആവുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഞാൻ വന്നതാണ്. അതിന് ഓക്കെ ആണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഞാൻ മാറ്റിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഉമ്മ സ്ഥിരം ഉണ്ടാക്കുന്നത് നമ്മൾ മുത്താറിൻ്റെ വെള്ളം ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. കാരണം 10 മണിക്ക് ഇവിടെ മുത്താറിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉമ്മ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതാ കൊറിയർ അയക്കാനുള്ള കുറച്ച് കവറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ ബൂസ്റ്റിൻ്റെ ഒരു കോംബോ വാങ്ങിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ പോയിട്ട് ഇങ്ങനെ ബൂസ്റ്റിൻ്റെ ഒരു മാല പോലെ വാങ്ങിക്കലാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെയാണ് കേട്ടോ ലാഭം. നമ്മൾ ബോട്ടിൽ വാങ്ങുന്നതിനാട്ടിലും ക്വാണ്ടിറ്റി ഇതിലുണ്ട്. പിന്നെ നമുക്ക് 5 രൂപ റേറ്റ് വരുന്നുള്ളൂ. നമുക്ക് കേടാവാതെ ഒറ്റ യൂസിന് ഒരു പാക്കറ്റ് പൊട്ടിച്ചാൽ മതിയല്ലോ. അപ്പം നിങ്ങൾ ഇങ്ങനെ വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ ബോട്ടിൽ വാങ്ങിയാൽ വളരെ നഷ്ടമാണ്. പിന്നെ ഓർലിക്സ് ആയാലും ബൂസ്റ്റ് ആയാലും ഒക്കെ. അപ്പം ഞാനിങ്ങനെയാണ് വാങ്ങി വെക്കാറ്. ഹസൂന് സ്കൂളിട്ട് വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അവന് ബൂസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, ഒരു ഷുഗർ തരി ഇല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എനിക്കും ഉമ്മാക്കും വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്തുള്ള നമ്മൾ പുളിപ്പൊടിയും വാങ്ങിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പുളിയച്ചാറൊക്കെ ഞാൻ ആദ്യം ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇപ്പം അത് ഇഷ്ടമല്ല. പക്ഷേ ഈ ഒരു പൗഡർ നല്ല ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള മിൽക്ക് മെയ്ഡും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. മിൽക്ക് മെയ്ഡിൻ്റെ കൂടെ എനിക്കൊരു സംഭവം ഫ്രീ കിട്ടിയിട്ടുണ്ട്. എന്താ അപ്പോൾ അത് അട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാനിപ്പോൾ അരീക്കോട് കൊറിയർ അയച്ച് വന്നപ്പോൾ വാങ്ങിച്ചു വന്നത്. അപ്പം ഇതെനിക്ക് എന്തുണ്ടാക്കാന്ന് വെച്ചാൽ പൈനാപ്പിൾ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാണ്. പിന്നെ അസൂനൊരു ചെരുപ്പ് കൊടുത്ത്. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് അരീക്കോട് പോയപ്പോൾ പർച്ചേസ് ചെയ്ത്. ഇതെന്തൊക്കെയാണ് നിങ്ങൾ കഴിക്കണേ? പുളിപ്പൊടി, പണ്ട് സ്കൂളൊക്കെ പഠിക്കുമ്പോൾ കിട്ടണേ അല്ലേ? നമ്മൾ പുളിന്റെ പൊടി വാങ്ങിക്കൂല സ്കൂള് പഠിക്കുന്ന ടൈമിലൊക്കെ. അതാണ് കഴിച്ചു നോക്കൂ. വെച്ചിട്ടുണ്ടതാ രസല്ലേ? മധുരം ഉണ്ടാവും, അപ്പം നിങ്ങൾക്ക് രസം ഉണ്ടാവും. നമ്മൾ സ്കൂൾ പഠിക്കുന്ന അന്നേ വാങ്ങിക്കണം അതേ തന്നെ. നിങ്ങളെ കാലത്തൊന്നും ഇല്ലേനി? ഇത് ഞാനൊക്കെ പഠിച്ച ടൈമിലുണ്ടായിരുന്നു. അത് തോലല്ല, അത് ഇതാണ്.
അതിലുണ്ട് ഇവിടെ നമുക്ക് ഇരുന്ന് കഴിക്കാതാ കുറേ കോമ്പല കൊണ്ടുവന്നാണ്. അസുവിന്റെ ചെരുപ്പ് എങ്ങനെയുണ്ട് അല്ലേ? ആ കളർ എനിക്ക് നല്ല ഇഷ്ടമായി. പുഡിങ്ങിനല്ല, അത് അസുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഉണ്ടല്ലോ